ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ന്യൂ ബോൺ അസസ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ്. എല്ലാ കുട്ടികൾക്കും ഫെമിലിയർ ആയിരിക്കാം പീഡിയാട്രിക് നഴ്സിംഗ് പഠിക്കുന്നവർക്ക്. പക്ഷേ അതൊരു സിംപ്ലി ഞാൻ അതിൻ്റെ ഒരു മെയിൻ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ്. പ്രാക്ടിക്കലായിട്ട് എന്താണ് ന്യൂ ബോൺ അസസ്മെൻറ്റ്? നമുക്കറിയാം ന്യൂ ബോൺ പീരീഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 28 ഡേയ്സ് ആഫ്റ്റർ ബർത്താണ്. ഒരു കുഞ്ഞുണ്ടായി 28 ദിവസത്തിനുള്ളിലുള്ള ആ ഒരു പീരീഡാണ് നമ്മൾ ന്യൂ ബോൺ പീരീഡ് അല്ലെങ്കിൽ നിയോനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്തിൽ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് അവർക്ക് ഫിസിക്കലിയും ഫിസിയോളജിക്കലിയും ന്യൂറോളജിക്കലിയും അഡാപ്റ്റേഷൻ്റെ ഒരു പീരീഡാണല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് കെയറിന് പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ ന്യൂ ബോൺ പീരിയഡിൽ നമ്മൾ ഫസ്റ്റ് 1 അവർ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾഡൻ അവറാണ്. ആ സമയത്ത് നമ്മൾ കുഞ്ഞും അമ്മയും തമ്മിലുള്ളൊരു ബോണ്ടിങ് ഉണ്ടാക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് കുഞ്ഞിന് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് കൊടുത്തും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്രോൾ കൊടുത്ത് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡിങ് ഇനീഷ്യേറ്റ് ചെയ്യുക, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് 2 അവേഴ്സിനുള്ളിൽ നമ്മൾക്ക് കുഞ്ഞിൻ്റെ അസസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഫിസിയോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ അസസ്മെൻറ്റാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് പലതായിട്ട് തിരിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ന്യൂ ബോൺ അസസ്മെൻറ്റിനകത്ത് അബ്ഗാ സ്കോറിംഗ് ആണ്. പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ വൈറ്റൽ സയൻസ് നോക്കുന്നു, അതുപോലെ അംബിലിക്കൽ കോഡ് നമ്മൾ എക്സാം ചെയ്യും. പിന്നെ നമ്മൾ ക്രൗൺ ടു ഹീൽ എക്സാമിനേഷനാണ്, ദെൻ ന്യൂറോളജിക്കൽ എക്സാമിനേഷനും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ന്യൂ ബോൺ അസസ്മെൻറ്റിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അബ്ഗാ സ്കോറിനെ കുറിച്ച് പറയാം. വാട്ട് യു മീൻ ബൈ അബ്ഗാ സ്കോർ? It is a quantitative method of assessing the infant's respiratory, circulatory and neurological status. നമുക്കറിയാവുന്നതാണ്. അതിനകത്ത് നമ്മൾ കുഞ്ഞിനെ 1 മിനിറ്റിലും 1 മിനിറ്റിലും 5 മിനിറ്റ്സിലും ആഫ്റ്റർ ബർത്താണ് നമ്മൾ അബ്ഗാ സ്കോർ നോക്കുന്നത്. മാക്സിമം സ്കോർ 10 ആണ്. 7 വരെ നമുക്ക് നോർമലായിട്ട് കൺസിഡർ ചെയ്യാം. ബട്ട് ബിലോ ദാറ്റ് ആണെങ്കിൽ നമുക്ക് കുഞ്ഞിന് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിലാണെന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനകത്ത് അബ്ഗാ സ്കോറിൽ നമ്മൾ നോക്കുന്ന പാരാമീറ്റേഴ്സ് ജസ്റ്റ് നമുക്കൊന്ന് പറയാം. ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി എഫേർട്ട്, മസിൽ ടോണ്, റിഫ്ലെക്സ്, ഇറിറ്റബിലിറ്റി, കളർ. ഇത്രയും പാരാമീറ്റേഴ്സാണ് നമ്മൾ കുഞ്ഞിൻ്റെ നോക്കുന്നത്. അതിനകത്ത് സ്കോറിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 0, 1, 2 എന്നാണ്. അപ്പോൾ നമ്മൾക്കറിയാം ഹാർട്ട് റേറ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ അത് 0, ലെസ് ദാൻ 100 ആണെങ്കിൽ അത് 1, മോർ ദാൻ 100 ആണെങ്കിൽ അതിന് 2 സ്കോർ കൊടുക്കും. റെസ്പിറേറ്ററി എഫേർട്ട് ആണെങ്കിലും ആബ്സെൻ്റ് ആണെങ്കിൽ 0, ഇറെഗുലർ ആൻഡ് സ്ലോ ആണെങ്കിൽ 1, ഗുഡ് ആൻഡ് സ്ട്രോങ് ക്രൈ ആണെങ്കിൽ 2. കുഞ്ഞ് കരയാൻ തുടങ്ങിയാൽ നമുക്കറിയാമല്ലോ ബ്രത്ത് എടുത്തെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മസിൽ ടോൺ നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങൾ ലിംബോ ഒരു റെസ്പോൺസും ഇല്ലാതെ കുഞ്ഞ് മീൻസ് കൈയും കാലും ഫ്ലാസിഡായിട്ട് കിടക്കുകയാണെങ്കിൽ അതിന് 0. ദെൻ സം ഫ്ലെക്ഷൻ, കുറച്ച് ഫ്ലെക്ഷൻ ഓഫ് എക്സ്ട്രിമിറ്റീസ് ഉണ്ടെങ്കിൽ 1, വെൽ ഫ്ലെക്സ്ഡ്, കാരണം ദാറ്റ് ഈസ് എ നോർമൽ റെസ്പോൺസ്. ഒരു ന്യൂ ബോൺ എപ്പോഴും നന്നായി ഫ്ലെക്സ്ഡ് പോസ്ചറിലായിരിക്കും അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസ്. മസിൽ ടോൺ അങ്ങനെയാണ്, അതിന് 2 സ്കോർ. പിന്നെ റിഫ്ലെക്സ് ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ഒരു റെസ്പോൺസും ഇല്ല. നമ്മൾ ഇനീഷ്യൽ സക്ഷൻ ചെയ്യുമ്പോഴും ഗ്രിമേസ് ആയിട്ടുണ്ടെങ്കിൽ 1, കുഞ്ഞ് നമ്മൾ സക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നല്ലതായിട്ട് ക്രൈ ചെയ്യുവാണ്, സ്നീസ് ചെയ്യുകയാണെങ്കിൽ അതിന് 2 സ്കോർ കൊടുക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഒരു ന്യൂ ബോൺ ഉണ്ടായ ഇമ്മീഡിയറ്റ് ആയിട്ട് കുഞ്ഞിൻ്റെ കളർ എങ്ങനെയാണ്. പെയിലോ ബ്ലൂ ആണെങ്കിൽ 0 ആണ്, കാരണം സർക്കുലേഷൻ ഓക്സിജനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ബോഡി പിങ്കും എക്സ്ട്രിമിറ്റീസ് ബ്ലൂ ആണെങ്കിൽ അതിന് 1 സ്കോർ കൊടുക്കാം. കംപ്ലീറ്റ്ലി പിങ്ക് ആണെങ്കിൽ 2 സ്കോർ കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് അബ്ഗാ സ്കോറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ടോട്ടൽ സ്കോർ 10 ആണ്. 7 വരെ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആണ്. അത് കഴിഞ്ഞ് 4 to 6 ആണെങ്കിൽ മോഡറേറ്റ് ഡിസ്ട്രസ് എന്ന് പറയും. 0 to 3 ആണെങ്കിൽ സിവിയർ ഡിസ്ട്രസ്സാണ്. അപ്പോൾ സ്കോർ അനുസരിച്ച് നമ്മൾ കുഞ്ഞിൻ്റെ മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് അസസ്മെൻറ്റ്.